മൈഗ്രെയിനിൻ്റെ ഒരു ലക്ഷണവും ഇല്ലാതിരുന്നിട്ട് കൂടി മൈഗ്രെയിനിൻ്റെ ആവശ്യമായ അതായത് പെയിൻ കില്ലേഴ്സ് ഒരുപാട് കൊടുക്കുന്ന ഒരു പ്രവണത ഇന്ന് സ്പെഷ്യലിസ്റ്റുകളെടുത്ത് പോലും കണ്ടുവരുന്നുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. ഇന്ന് പല കേസുകളും വരുന്നത് മൈഗ്രെയിനിൻ്റെ ഒരു ലക്ഷണവും ഇല്ലാതിരുന്നിട്ട് കൂടി മൈഗ്രെയിൻ ആണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പെയിൻ കില്ലേഴ്സ് കൊടുത്ത് ഒരുപാട് കാലം കേസ് കൂടുതൽ പ്രശ്നമാക്കി മാറ്റുന്ന ഒരു പ്രവണത ഇന്ന് പല ENT സ്പെഷ്യലിസ്റ്റുകളുടെ നിന്ന് പോലും ഞങ്ങളുടെ അടുത്തേക്ക് റെഫർ ചെയ്ത് വരാറുണ്ട്. അത് പല കേസുകളും അത് സൈനസൈറ്റിസ് ആയിട്ടാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. ഞങ്ങൾ അതിനുള്ള മെഡിസിൻസാണ് കൊടുക്കുന്നത്. സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ കഫം മൂക്കിൽ ഇതിലൂടെ വരാത്ത സ്ഥിതി വന്നിട്ട് ആ കഫം സൈനസസ് എന്ന് പറയുന്ന ക്യാവിറ്റീസിൽ അടിഞ്ഞുകൂടി അത് പഴുത്തിട്ടോ അല്ലെങ്കിൽ അത് സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ട് ഉണ്ടാകുന്ന ഒരു വേദനയാണ്, തലവേദനയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. മിക്കവാറും എബവ് 70% ആൾക്കാർക്കും തലവേദന വരുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഈ സൈനസൈറ്റിസ് ആണ്. സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവും. അതായത് കുനിയുമ്പോൾ തലവേദന ഉണ്ടാവും, അല്ലെങ്കിൽ ചെവിയുടെ സൈഡിൽ തലവേദനകൾ ഉണ്ടാവും, മൂക്കിൻ്റെ താഴെയായിട്ട് മൂക്കിൻ്റെ 2 സൈഡിലുമായിട്ട് തലവേദന ഉണ്ടാവും, നെറ്റിയുടെ സൈഡിലായിട്ട് തലവേദന. ഇതൊക്കെ വരുന്ന ഏറ്റവും കോമൺ കണ്ടീഷൻ എന്ന് പറയുന്നത് സൈനസൈറ്റിസ് ആണ്. അതായത് അവരോട് ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ജലദോഷം എന്ന് പറയുന്നത് ഉണ്ടായിട്ട് തന്നെ കാലങ്ങളായിട്ടുണ്ടാകും. അഥവാ ജലദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് വെറും വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്ത് വരികയാണ് ചെയ്യുക. ബാക്കി കഫം അവിടെ കെട്ടി നിന്നിട്ട് അത് പഴുത്തിട്ട് ഒന്നുകിൽ സൈനസൈറ്റിസായി മാറും, അല്ലെങ്കിൽ റെക്കറൻറ്റ് ഒട്ടൈറ്റിസ് ആയിരിക്കും. ചെവിയുടെ കർണപടത്തിന് പിറകിലായിട്ട് കഫം കെട്ടിക്കിടന്ന് അത് പഴുത്ത് അത് ഒട്ടൈറ്റിസ് ആയിട്ട് മാറുന്നൊരു കണ്ടീഷൻസാണ് മിക്കവാറും കേസിൽ ഈ തലവേദനയായിട്ട് വരുന്നവരിൽ, അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് മിസ് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന കേസിൽ നമ്മൾ കണ്ടുവരുന്നതും അതിന് ട്രീറ്റ് ചെയ്യുന്നതും. അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് 3 മാസത്തെ മെഡിസിൻ എടുക്കുകയേ വേണ്ടൂ. അങ്ങനെ ട്രീറ്റ് ചെയ്താൽ മൂക്കിലൂടെ തന്നെ നമ്മുടെ സാധാരണ പോകുന്നത് പോലെയുള്ള കഫം മൂക്കിലൂടെ തന്നെ പോവുകയും അത് സൈനസൈറ്റിസിനും അല്ലെങ്കിൽ ഒട്ടൈറ്റിസിനും ഒക്കെ ഒരു പ്രതിവിധിയായിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലൈഫ് മോഡിഫിക്കേഷൻസ് ഒക്കെ വേണം. അതും കൂടി ആയിട്ട് കൂടി ട്രീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 100% നമുക്ക് ഈ തലവേദനകളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മൈഗ്രെയിൻ ആണ് എന്ന് പറഞ്ഞിട്ട് മൈഗ്രെയിനിൻ്റെ ഒരു ലക്ഷണവും ഇല്ലാതിരുന്നിട്ട് കൂടി മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് കൂടുതലെടുത്താൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് എന്താണ് കാരണം അത് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തലവേദന അല്ലെങ്കിൽ സൈനസൈറ്റിസോ ഒട്ടൈറ്റിസോ അല്ലെങ്കിൽ ഫാരഞ്ചൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻസോ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകളുണ്ട്. 100% കുറയുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് സൈനസൈറ്റിസിന്. അത് നല്ലൊരു ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിൻ്റെ കോസ് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് 100% അത് മാറ്റാൻ സാധിക്കും. ഓക്കെ.